നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 2026 ആഗസ്റ്റ് മാസം 14-ാം തീയതി, അതായത് 1201 കർക്കിടക മാസം 29-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ചന്ദ്രൻ അമാവാസ്യ കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലമാണെന്നറിയണം. തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥി. ഇന്നത്തെ ദിനം വെള്ളിയാഴ്ചയാണ്, വളരെ നല്ലതാണ്. വാങ്ങാനും കൊടുക്കാനുമൊക്കെ വെള്ളിയാഴ്ച ദിവസം വളരെ നല്ലതാണ്. പക്ഷേ നക്ഷത്രം ഇന്ന് പൂരം നക്ഷത്രമാണ്. പൂരം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അല്ലെങ്കിൽ പൂരം നക്ഷത്രം യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അപ്രകാരം തന്നെ പൂരം നക്ഷത്രത്തിന് മറ്റൊരു ദോഷം എന്താണ്? പൂരം നക്ഷത്രത്തിന് വിതച്ചാൽ വെളിയാത്ത നക്ഷത്രമാണ്, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. അപ്രകാരമുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം, പൂരം പുരാണം പുരുരുട്ടാതി, യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം. അപ്രകാരം തന്നെ തൃക്കേട്ട ജ്യേഷ്ഠ, ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയണം. ഇന്നത്തെ ദിനത്തിന് മറ്റൊരു വിഷയം, ഇന്ന് സംഗീതം അഭ്യസിക്കാനൊക്കെ നക്ഷത്രം വളരെ ദോഷമാണ്. പക്ഷേ പലർക്കും വിദ്യാരംഭത്തിന് നന്നില്ല. എങ്കിലും മുടങ്ങി വെച്ചതൊക്കെ വേണമെങ്കിൽ ആരംഭിക്കാം. കാരണം പൂരവും ശുക്രനുമാണ്, തൗരിത്രികമാണ് ശുക്രൻ. സംഗീത ഉപകരണങ്ങൾ, വാദ്യം, പാട്ട്, ഡാൻസ്, ആട്ടം, നടനം, ഇതൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ശുക്രൻ, ഈ നക്ഷത്രവും. അതിനാൽ നിങ്ങൾക്കൊരു വിദ്യാരംഭത്തിന് പറ്റില്ല, എങ്കിലും ചിലതൊക്കെ വീണ്ടും ആക്റ്റീവാക്കാൻ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് വളരെ അനുകൂലമാണെന്ന് അറിയുക. അപ്രകാരം തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അവിവാഹിതർ എന്ത് ചെയ്യണം? സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യണം. പുരുഷനായാലും സ്ത്രീയായാലും. ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരം കൊണ്ട് മുട്ടറക്കൽ, ദാമ്പത്യ മുട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശത്രുദോഷത്തിന് പൂരം നക്ഷത്രം വളരെ ഗുണമാണ്, ശത്രുദോഷ പരിഹാരം. അതിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നാളികേരം കൊണ്ട് മുട്ടറക്കുക, ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ മേൽപ്പറഞ്ഞ പ്രാർത്ഥനകൾ ചെയ്യുക. വളരെ ശുഭമായ ഒരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.